അപ്പോൾ എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നിപ്പോൾ നമ്മുടെ ഗസ്റ്റിനെ എടുക്കാൻ പോവാണ് രാവിലെ തന്നെ. ഇന്നിപ്പോൾ ഫോർട്ട് കൊച്ചി മട്ടാഞ്ചേരി സൈറ്റ് സീനാണ് നമ്മൾ പോകുന്നത്. അങ്ങനെ ഗസ്റ്റിനെ പിക്ക് ചെയ്ത് നമ്മൾ നേരെ രാവിലെ തന്നെ ഏതെങ്കിലും ഒരു അമ്പലത്തിൽ പോകണമെന്ന് പറഞ്ഞു. അപ്പം തന്നെ ഞാൻ സജസ്റ്റ് ചെയ്ത് നമ്മുടെ തേവരയിൽ സായിബാബയുടെ ഒരു അമ്പലമുണ്ട്. നേരെ സായിബാബ അമ്പലത്തിലേക്ക് അവിടെ ചെന്ന് അകത്ത് കയറി പ്രാർത്ഥിച്ച് വളരെ കൗതുകപൂർവ്വം അവരതെല്ലാം വായിച്ച് പുറത്തിറങ്ങി അടുത്ത സ്ഥലത്തേക്ക് പോവാണേ. ഗുഡ് മോർണിംഗ്. Good morning. ഹൗസ് യെസ്റ്റർഡേ? Wonderful. വണ്ടർഫുൾ. ഹൗസ് കേരള? Love it. അവിടെ നമ്മൾ നേരെ തേവരയുള്ള ഫ്ലോക്കർ മ്യൂസിയത്തിലേക്കാണ് പോയത്. അവിടെ ഒരുപാട് സമയം സ്പെൻഡ് ചെയ്തിട്ട് ഇറങ്ങി വന്നത്. പിന്നീട് നമ്മൾ നേരെ മട്ടാഞ്ചേരിക്ക് പോയി. വണ്ടി നമ്മളോട് പാർക്ക് ചെയ്തു. അവിടുന്ന് ഞാൻ ഗസ്റ്റിനോട് പറഞ്ഞ് നടന്നുള്ളൂ, ഞാൻ വണ്ടി പാർക്ക് ചെയ്ത് പുറകെ വരാമെന്ന് പറഞ്ഞു. കാരണം അവർക്ക് കൂടെ ആരും ഇല്ലാത്തതുകൊണ്ട് ആണെന്നറിയില്ല. രണ്ടാമത് തിരിച്ച് വന്നിട്ട് പറഞ്ഞു ഒരുപാട് കച്ചവടക്കാർ വന്നിട്ട് ഡിസ്റ്റർബ് ചെയ്യുന്നു, അല്ലെങ്കിൽ ഈ വഴിയോര കച്ചവടക്കാർ. അപ്പോൾ ഞാനും കൂടെ ചെന്ന് നമ്മൾ നേരെ സിനഗോഗിലേക്കാണ് പോയത്. സിനഗോഗിലേക്ക് പോകുന്ന വഴിയോര വീതിയാണ് കേട്ടത്. വളരെ നമുക്ക് ഈ ഇരുവശത്ത് നമുക്ക് ഇഷ്ടം പോലെ ഈ ജൂതന്മാരുടെ ബിൽഡിങ്സും അതോടൊപ്പം തന്നെ കച്ചവടക്കാരും ഒരുപാട് ഇംഗ്ലീഷുകാരൊക്കെ വന്നിട്ടുണ്ട്. എല്ലാം കാണാൻ പറ്റും കേട്ടോ. അത് നേരെ കാണുന്നതാണ് സിനഗോഗ്. അങ്ങനെ ടിക്കറ്റൊക്കെ എടുത്തു കൊടുത്ത് അമ്മമാരെ ഞാൻ അകത്തേക്ക് കയറ്റി വിട്ടു. എല്ലാം പോയി കണ്ടിട്ട് വരാമെന്ന് പറഞ്ഞു. അപ്പം ഞാൻ പുറത്ത് നിൽക്കുമ്പം ഈ കടലാസ് പൂവിൻ്റെ താഴെ ഒരു സ്പോട്ടുണ്ട്. അവിടെ നിന്ന് ഇഷ്ടം പോലെ പേര് വന്ന് ഫോട്ടോ എടുക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ നമ്മൾ അവിടെ നിന്ന് നേരെ മട്ടാഞ്ചേരിയിൽ കുര്യച്ചൻ്റെ പള്ളിയിലേക്ക് പോവുകയാണ്. കാരണം ഈ വഴിക്ക് വന്നാൽ ഞാൻ എന്തായാലും ഇവിടെ കയറാറുണ്ട്. ഇതിൻ്റെ ഒരു ഏകദേശം സ്റ്റോറിയൊക്കെ ഞാൻ അവരുടെ അടുത്ത് പറഞ്ഞ് മനസ്സിലാക്കി. അങ്ങനെ ഞങ്ങൾ തിരികെ എത്തിച്ച് അപ്പോൾ അവർ പറഞ്ഞു 3 മണിക്കൂറൊക്കെ ഒരു അപ്പോയിൻമെൻ്റ് ഉണ്ട് ഹോട്ടലിൽ, നേരെ അങ്ങോട്ട് പോവുകയാണ്. അങ്ങനെ ഞങ്ങൾ നേരെ പ്രാർത്ഥിച്ച് നേരെ റിട്ടേൺ നേരെ ഹോട്ടലിലേക്ക് പോവുകയാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് നാളെ രാവിലെ നമുക്ക് വീണ്ടും കാണാം. അപ്പം കൂടുതൽ വിശേഷങ്ങളുമായി നമുക്ക് നാളെ സന്ധിக்கலாம். ഓക്കെ, താങ്ക് യു, ബൈ ബൈ.